ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പുട്ടിൻ്റെയും നൂൽപുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഉണ്ടാക്കിയാലോ. മുട്ടക്കറി ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് മസാലയുടെ അതിപ്രസരമൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മുട്ടക്കറിയാണ്. ഇതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം അത് പിന്നെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ ചിരകിയതും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിടി കാഷ്യൂനട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ കറി വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്ന വരെ ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. സവോള പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സവോളയ്ക്ക് ഒരു ട്രാൻസ്പെറൻ്റ് ആവണ വരെ നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ കറിക്ക് സവോള ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഇപ്പോൾ സവോള ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കിത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളി ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കറിയിൽ ആ തക്കാളി ഇങ്ങനെ വലിയ കഷ്ണങ്ങളായി തന്നെ കിടക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇവിടെ ഇരിക്കട്ടെ. ആ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സഡ് ജാറിലേക്ക് കുതിർത്തി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട് ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയും പെരിഞ്ചീരകവും കൂടെ ചേർത്തു. ഇനി ഈ തേങ്ങ അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നൈസായിട്ട് അരച്ചെടുക്കാം. ഒട്ടും തരിതരിപ്പില്ലാതെ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. ഇപ്പം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തരിതരിപ്പില്ലാണ്ട് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് കറിയിൽ ചേർക്കാം. ഇനി 1 ഗ്ലാസ് വെള്ളം കൂടെ മിക്സഡ് ജാറിൽ ഒഴിച്ചിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കണം ആ ബാക്കിയുള്ള അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിക്കാം. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ കറി നന്നായി തിളപ്പിച്ചിട്ടെടുക്കണം. തേങ്ങയുടെ കൂട്ടത്തിൽ ആ കാഷ്യൂനട്ട് അരച്ചതാണ് ഈ കറിക്ക് ഇത്രയും ടേസ്റ്റ് കൂട്ടണത്. കാഷ്യൂനട്ട് അരച്ചതുകൊണ്ട് തന്നെ ഈ ഗ്രേവി പെട്ടെന്ന് തിക്കായി കിട്ടും. ഈ സമയത്ത് നമുക്കിതിൽ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി കറി നമുക്ക് നന്നായി തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ ഗ്രേവിയൊക്കെ ആ മുട്ടയുടെ ഉള്ളിലേക്കും കൂടെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ മുകളിൽ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചിട്ടെടുത്താൽ നമ്മളുടെ മുട്ടക്കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തിടാം. ഇനി അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ചേർക്കാം. ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇത് നന്നായി മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതെടുത്തിട്ട് നമ്മളുടെ മുട്ടക്കറിയിലേക്ക് ചേർക്കാം. ഇതിൽ കടുക് വറുത്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഉള്ളി മൂപ്പിച്ച് ചേർക്കണമാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. ഇനി എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ആ ഉള്ളി മൂപ്പിച്ചതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ കറിയിലേക്ക് നന്നായിട്ട് ഇറങ്ങട്ടെ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ മുട്ടക്കറി ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.